ഡ്രൈവർമാരിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗമാണ് നാഷണൽ പെർമിറ്റ് ഓടിക്കുന്നതും പിന്നെ നമ്മുടെ സ്വന്തം KSRTC ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരും. ഇവർ രണ്ടുപേരും ഏറെക്കുറെ സമാനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. ഇതെന്താണെന്നായിരിക്കും അല്ലേ പറയാം. KSRTC ബസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു ബസ് എടുത്താൽ അത് കാസർഗോഡാണ് അതിൻ്റെ അടുത്ത സ്റ്റോപ്പ്, അല്ലെ എറണാകുളമാണ്, അല്ലെ കോഴിക്കോടാണ്, അല്ലെ കണ്ണൂരാണ്, അല്ലെ കോയമ്പത്തൂരാണ്. ഇങ്ങനെയാണ്. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ കാണും. മിക്കവാറും സ്റ്റേഷനിലെല്ലാം വണ്ടി നിർത്തും. എന്നിരുന്നാലും ഇത്രയും റെസ്റ്റ് ഇല്ലാത്തൊരു പണി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മതിയായ വേതനം പോലും KSRTC ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതേ അവസ്ഥ തന്നെയാണ് നാഷണൽ പെർമിറ്റ് വണ്ടിയിലും മാസങ്ങളോളം പോയി കിടന്ന് കഷ്ടപ്പെട്ടാലാണ് അവർക്ക് വേതനം ലഭിക്കുന്നത്. എന്നാൽ അവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള വേതനം അവർക്കും ലഭിക്കുന്നില്ല. പല ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വീട്ടിൽ നിന്നും മാറി നാഷണൽ പെർമിറ്റ് വണ്ടി ഓടാൻ പല ഡ്രൈവർമാരും പോകുന്നത്. അവർക്ക് മതിയായ വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതേ അവസ്ഥ തന്നെയാണ് KSRTCയിലും. ഇവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള വേതനമല്ല KSRTC നൽകുന്നത്. തുടർന്നും നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.